യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റും രാജി വാങ്ങാൻ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം സംസ്ഥാന ഘടകത്തിന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ദീപാദാസ് മുൻഷി, രാഹുൽ ഗാന്ധി എന്നിവർക്ക് പോലും നേരിട്ട് പരാതി കിട്ടിയിരിക്കുന്നതുമായി ഈ പരാതിയുടെ ഉള്ളടക്കം എന്താണ്, സ്വഭാവം എന്താണ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ എന്താണ് എന്ന ബോധ്യം ഹൈക്കമാൻഡ് നേതൃത്വത്തിന് തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് കൂടി വ്യക്തമാക്കപ്പെടുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണത്തിൽ വ്യക്തത വരുത്തണമെന്ന് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി RV സ്നേഹ സംഘടനയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ആവശ്യം ഉന്നയിക്കപ്പെട്ടത്. കാണാൻ ബുദ്ധിമുട്ടുണ്ട്. കോൺഗ്രസിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന പ്രസ്ഥാനമാണ്. കാരണം എന്നും ഇതുപോലൊരു ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കൃത്യമായി ഒരാളെ ഫോക്കസ് ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കേണ്ട കാര്യം തിരിക്കുന്നു. ചെയ്തിട്ടില്ലേ? കൃത്യമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പേര് വലിച്ചിഴച്ച, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, വലിച്ചിഴച്ച ആളുകൾ ആരൊക്കെയാണോ അവർക്കെതിരെ കൃത്യമായ അന്വേഷണത്തിന് കേസ് കൊടുക്കണം. ഈ പെൺകുട്ടിയെ കൊണ്ട് കൃത്യമായി ഇത് ആരാണെന്ന് പറയിക്കാനുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാവണം. ഇത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, അങ്ങ് അടിച്ചേൽപ്പിക്കുക. ഇതിനകത്തൊരു DYFI എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരു സംഘടന എന്ന് പറയുന്നില്ല. ഇത് കൃത്യമായി രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചർച്ചകൾ വരുമ്പോൾ ഇത് യൂത്ത് കോൺഗ്രസിനെയും കൂടെ ബാധിക്കുന്ന വിഷയമാണ്. നിസ്സാരമായിട്ട് കാണാൻ തോന്നുന്നില്ല. ശരി, ഗ്രൂപ്പിൽ ഇനി ഒരു വോയിസ് അയക്കുന്നില്ല, എന്നാൽ അടിയന്തരമായിട്ട് സംസ്ഥാന കമ്മിറ്റി വെക്കട്ടെ, നമുക്ക് അവിടെ സംസാരിക്കാം. ഇത് കൃത്യമായിട്ട് ഇനി ഇങ്ങനെ വിട്ട്, അല്ലെങ്കിൽ ഒരു ടൈം പാസ് പോലെ എന്നും ഒരു വെബ് സീരീസ് പോലെ കാണാൻ ഓരോ കഥകൾ ഓരോരുത്തർ വന്ന് പറയുമ്പോൾ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ന്യൂസുകൾ, വാർത്തകൾ വരുമ്പോൾ കൃത്യമായി എന്താ പറയാനുള്ളത്, യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന് പറയാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് പൊതുസമൂഹത്തിനോട് പറയാനുള്ളത്, വ്യക്തമായിട്ടൊരു കാര്യം ഉണ്ടാവണം. അതിന് ഒരു ഉത്തരം നമുക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇലക്ഷനും കാര്യങ്ങളും ഒക്കെ വരുവാണ്. സമൂഹം ഇത് നോക്കിക്കാണുന്നുണ്ട്. നിങ്ങൾ അത് മനസ്സിലാക്കണം. യൂത്ത് കോൺഗ്രസ്സുകാരെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന രീതിയിലാണ് ഈ വാർത്തയും കാര്യങ്ങളും പോകുന്നത്. ശരി, ഇനി എന്റെ ഒരു വോയിസ് ഞാൻ ഈ ഗ്രൂപ്പിൽ ഇടുന്നില്ല. വളരെ വ്യക്തമായിട്ട് പറയാണ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയുണ്ടാവണം. യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത് എന്താണെന്നും, എല്ലാവർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പലരും ചിലപ്പോൾ ഈ പറഞ്ഞ പേടിയൊക്കെ കൊണ്ടായിരിക്കും ഇതിനകത്ത് വോയിസ് ഇടാത്തത്. പക്ഷെ ഞാൻ എൻ്റെ ഈ ഒരു വോയിസോടുകൂടി ഞാൻ ആ ഒരു മാന്യത പുലർത്തുന്നു. പുറത്തേക്ക് പോകുമെന്ന ഒരു പേടി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത്രയ്ക്ക് സുതാര്യമല്ല എന്നെനിക്ക് തോന്നുന്നു. ഓക്കെ, ഞാൻ വോയിസ് ഇടുന്നില്ല. പക്ഷെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മിറ്റി അടിയന്തരമായിട്ട് കൂടുന്നത് നിസ്സാരമായിട്ട് കാണാൻ തോന്നുന്നില്ല. നിസ്സാരമായിട്ട് കാണാൻ. യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി RV സ്നേഹ അവരുടെ സംഘടനയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട സന്ദേശമാണ് ഇത്. അവിടെ ആ വോയിസ് മെസ്സേജ് ഇടുമ്പോൾ പോലും അത് പുറത്തേക്ക് പോകുമെന്ന് RV സ്നേഹയ്ക്ക് തന്നെ അറിയാവുന്നതാണ്. അവിടെ അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ വോയിസ് ഇടേണ്ട എന്നൊരു നിർദ്ദേശം അവർക്ക് അതിനുള്ളിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഞാൻ ഇതിൽ വോയിസ് ഇടുന്നില്ല. പക്ഷെ അടിയന്തര യോഗം വേണ്ടതുണ്ട്, ഇത് സംസാരിക്കേണ്ടതുണ്ട്, തീരുമാനമെടുക്കേണ്ടതുണ്ട് എന്ന് RV സ്നേഹ കൂടി വ്യക്തമാക്കുന്നുണ്ട്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അമൽ, പ്രസ്ഥാനം പ്രതിരോധത്തിലാകുന്നു എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളുടെ ഏറ്റവും വലിയ പരിദേവനം. ഈ സമയത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യൂ എന്ന്, എന്തെങ്കിലും ഒന്ന് തുറന്നു പറയൂ, കൃത്യമായ നിലപാട് പാർട്ടി പറയൂ, ചർച്ച ചെയ്യൂ എന്നാവശ്യപ്പെടുകയാണ് ഓരോരുത്തരും. ACCയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ തീരുമാനം വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കും. പാലക്കാട് MLA സ്ഥാനവുമായി ബന്ധപ്പെട്ട തീരുമാനം പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിരിക്കുമോ എന്നുള്ളത് ഇതിൽ സംശയമുണ്ട്. അമൽ തേനമ്പറമ്പിൽ നമ്മളോടൊപ്പം തുടരുകയാണ്. അമൽ, RV സ്നേഹ യൂത്ത് കോൺഗ്രസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ട വോയിസ് മെസ്സേജ് ആയിരുന്നു നമ്മൾ കേട്ടുകൊണ്ടേയിരുന്നത്. പ്രസ്ഥാനം പ്രതിരോധത്തിലാണ്, ഇത് ആ നിലയ്ക്ക് കാണാൻ കഴിയില്ല. DYFIയുടെ പേരല്ല, യുവമോർച്ചയുടെ പേരല്ല, യൂത്ത് കോൺഗ്രസിന്റെ പേരും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ പേരുമാണ് ഇങ്ങനെ പറയുന്നത്. കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല, തീരുമാനം ഉണ്ടാകണം, ഇതിൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമായി തന്നെ നടക്കുന്നു. ഇതിൽ ഈ ഓഡിയോ സന്ദേശങ്ങൾ ഇടുന്നതുമായി ബന്ധപ്പെട്ട് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആളുകൾ തന്നെ സ്നേഹയുമായി സംസാരിച്ചു എന്നാണ് ആ ഓഡിയോ സന്ദേശത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള ഓഡിയോ സന്ദേശങ്ങൾ ഗ്രൂപ്പുകളിലിട്ടാൽ അത് പുറത്തേക്ക് പോകും എന്നുള്ള ഒരു ആശങ്ക സ്നേഹ തന്നെ ഇതിൽ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടം മാറി നിൽക്കണം, ഈ വിഷയത്തിൽ വിശദീകരണം നൽകണം എന്നുള്ള ആവശ്യം ശക്തമാവുകയാണ്. മറ്റന്നാൾ തൃശ്ശൂരിൽ
തൃശ്ശൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പരിപാടി, സംസ്ഥാന കമ്മിറ്റിയുടെ പരിപാടി നടക്കുന്നുണ്ട്. ആ പരിപാടി നടക്കുന്നതിന് മുന്നോടിയായി, റാലി നടക്കുന്നതിന് മുന്നോടിയായി അടിയന്തരമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വിളിച്ചു ചേർക്കണം. ഈ വിഷയം വിശദമായി തന്നെ ചർച്ച ചെയ്യണം. എന്താണ് സംസ്ഥാന അധ്യക്ഷന് പറയാനുള്ളത് എന്ന കാര്യം കമ്മിറ്റിയിൽ തന്നെ വ്യക്തമാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടം മാറുന്നു, പകരം മറ്റൊരാൾ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ദേശീയ നേതൃത്വം കൂടി ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ബീഹാറിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ നിന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി, ദേശീയ സെക്രട്ടറിമാരായുള്ള കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളോടടക്കം യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷനടക്കം സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അധികം വൈകാതെ തന്നെ രാഹുലിന്റെ സ്ഥാനമാറ്റം സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ എം വിൻസെന്റിന്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലും പാർട്ടി സമാന വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുണ്ട്. ജനപ്രതിനിധി എന്ന സ്ഥാനത്ത് നിന്നും മാറി നിൽക്കേണ്ടതില്ല, എന്നാൽ പാർട്ടിയോട് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്താം. അതാണ് പാർട്ടിക്ക് നിലവിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം